അല്ല അല്ല, നോക്കൂ, ഞാൻ ഇതില് ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞാ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? മൂന്നാമത്തെ തെളിവ് പത്രസമ്മേളനത്തിൽ ഹാജരാക്കാൻ തെളിവുണ്ടോ നിങ്ങൾ ഈ എന്നാണ് തെളിവ് പറയുന്നത്. ചോദിച്ചാൽ തെളിവ് തെളിവുണ്ടോ തരുമെന്ന് എന്ന് പറഞ്ഞില്ലേ? തന്നെയാണ് ശരി. അത് ഞാൻ പറയുന്നത് വെറുതെ അതിനെ പറയുന്നതാണോ കുറിച്ച് എന്നാണ്. ശരി, പറഞ്ഞത് ശ്രീജിത്ത് ആർജവത്തോടുകൂടി. ശ്രീജിത്ത് അല്ല അല്ല, നോക്കൂ, ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ സുരേഷ് ബാബു എന്ന് പറയുന്നത് ഒരു താഴത്തെ നിലയിലുള്ള ഒരു നേതാവല്ല. നമുക്കറിയാം CPM-ന്റെ ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി വരിക എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും എങ്ങനെയാണ് ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി വളരെ ഉന്നത സ്ഥാനീയനായിട്ടുള്ള എല്ലാവരുടെയും ബഹുമാനം പിടിച്ചു പറ്റിയിരിക്കുന്ന MLA-യും MP-യും ആയിരുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുന്ന സമയത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ശ്രീ ഷാഫി പറമ്പിലിനെതിരെ ഉണ്ട് എങ്കിൽ ആ തെളിവോട് കൂടിയിട്ട് വേണമായിരുന്നു ഈ ആരോപണം പറയാൻ. അതല്ല എങ്കിൽ ആ തെളിവ് നാളെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ തെളിവ് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് ആരോപണം പറയാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും പ്രതിസന്ധിയിലാക്കുന്ന സമയത്ത് ദാ ഷാഫിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അത് നാളെ ഞാൻ പറയാം എന്ന് പറയുന്നതല്ല. മറിച്ച് വോളണ്ടറിലി സ്വയം മുന്നോട്ട് വന്നിട്ട് മറ്റൊരാളിനെതിരെ ഇങ്ങനെ ആരോപണം പറയുന്ന സമയത്ത് സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഉത്തരവാദിത്തം. അദ്ദേഹത്തിന് ആ തെളിവ് കൊണ്ടുവന്നതിന് ശേഷം ഇതാണ് തെളിവ്, ഇതാണ് എനിക്കുള്ള ആരോപണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് പ്രാഥമികമായിട്ട് ആൾക്കാർക്ക് തോന്നുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? പാലക്കാടുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് മുൻപും സമാനമായിട്ടുള്ള കുറേയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വടകരയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോയി മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം തെളിവ് പിന്നെ കാണിക്കുമെന്നും ഇതിനെല്ലാം പിന്നിൽ ഷാഫിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. നമുക്കറിയാമല്ലോ, കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പഴയ നീലപ്പെട്ടി ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇടതുപക്ഷത്തിനും ചില വിഷയങ്ങളിൽ BJPക്കും ഒക്കെ തന്നെ ഷാഫി പറമ്പിലിനെതിരെ കൂടി ആരോപണം ഉണ്ടായിരുന്നത്. ആ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ടതിന്റെ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാർക്ക് വേണ്ടി എന്തിനെങ്ങനെ കൊണ്ടുവച്ചു, എങ്ങനെ ആരുടെ വണ്ടിയിൽ പോയി, എവിടെ വെച്ച് വണ്ടി മാറിക്കയറി എന്നൊക്കെ പറഞ്ഞിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പിന്നാലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ് വരാറായി. അതേപോലെ തന്നെ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ ഷാഫിയും ഷാഫിയുടെ ടീമുമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആരോപണത്തിന്റെ തെളിവ് പിന്നാലെ വരുമെന്ന് പറഞ്ഞിട്ട് കാലം എത്രയായി? എന്നിട്ട് ആരെയാണ് അതിൽ പിടിച്ചിരിക്കുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് എക്സാക്ട്ലി അവിടെയാണ് പ്രശ്നം. അതായത് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതല്ല എങ്കിൽ നേരത്തെ സമാനമായി ആരോപണം ഉന്നയിച്ചിട്ട് പിന്നാലെ തെളിവ് കൊണ്ടുവന്ന് കുടുക്കിയിരിക്കുന്നതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ അതില്ല. അപ്പൊ ഷാഫിക്കെതിരെ പേഴ്സണൽ അറ്റാക്ക് നിരന്തരമായി നടന്നു വരുന്നു. പാലക്കാടുള്ളപ്പോൾ നടക്കുന്നു, അദ്ദേഹം വടകരയിൽ പോയപ്പോൾ നടക്കുന്നു, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വീണ്ടും നടക്കുന്നു. നോക്കൂ, ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയുന്ന അഭിപ്രായം മാത്രം ശ്രീ റജി ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ സുഹൃത്താണ്, ഷാഫി പറമ്പിൽ എന്റെ സുഹൃത്താണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം ഉണ്ടാകുമ്പോൾ അത് പ്രഥമ ദൃഷ്ട്യാ അത് ശരിയാണെന്ന് കോൺഗ്രസിന് തന്നെ ബോധ്യമുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും അദ്ദേഹം വിശദീകരണം നൽകണമായിരുന്നു. അദ്ദേഹം അത് ചെയ്തത് ശരിയായിട്ടില്ല, അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ എന്ന് ഒന്നാമത്തെ ദിവസം മുതൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ അഭിപ്രായം മാറിയതല്ല. പക്ഷെ ഷാഫി പറമ്പിലിനെതിരെ പറയുന്നതിന് എന്ത് തെളിവാണ് ഉള്ളത്? എന്ത് തരത്തിലുള്ള ആരോപണം? പ്രൈമ ഫേസിൽ നമുക്ക് നോക്കുമ്പോൾ വിശ്വാസ്യത തോന്നുന്ന എന്ത് കാര്യമാണ് ഉള്ളത്? അതില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് ഷാഫിയെ ബാക്ക് ചെയ്തേ മതിയാവൂ. കാരണം അതല്ലെങ്കിൽ അതൊരു നെറുകെട്ട രാഷ്ട്രീയമായി പോകും. ശ്രീ റജി, നമുക്ക് നാളെ ഇതേ ആരോപണം മറ്റാർക്കെതിരെയും കൊണ്ടുവരാമല്ലോ. ഇപ്പൊ CPM-ന്റെ ഏതെങ്കിലും ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനെതിരെ ഇതേ ആരോപണം കൊണ്ടുവരാം. സിറ്റിംഗ് MLA ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിനെതിരെ പറയാം. എന്നിട്ട് ഞാൻ തെളിവ് പിന്നാലെ കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇപ്പോ ഷാഫിക്ക് എതിരെ പറഞ്ഞിരിക്കുന്നത് നാളെ കൊണ്ടുവരും എന്ന് ശ്രീ റജി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇതേ ആത്മവിശ്വാസം വേണമെങ്കിൽ ഈ ചർച്ചയിൽ റജിക്ക് വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. ഞാൻ പറഞ്ഞത് B റജിയുടെ കാര്യമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതേ കാര്യം തന്നെ ശ്രീ റജി ലൂക്കോസിനോട് പറയാം, അല്ലെ? നിങ്ങളുടെ ഇന്ന നേതാവിനെതിരെ, ഇന്ന MLA-ക്കെതിരെ ഇന്നതാണ് എന്റെ ആരോപണം, തെളിവ് നാളെ വരും അല്ലെ മറ്റന്നാൾ വരും എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊരു ശരിയായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ കഴിയില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുവാൻ ഷാഫി പറമ്പിൽ തയ്യാറാവുന്നുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ഈ രീതിയിൽ ഉന്നയിക്കരുത്, കാരണം അത് വ്യക്തി അധിക്ഷേപമാണ്. ആ രീതിയിലേക്ക് പോകരുത്. പക്ഷേ CPM ആണ്, CPM അതിലും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്, അത് ചെയ്യുകയും ഉണ്ടാവും. അത് ശരിയാണ്. കാരണം അവിടെ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഷാഫി പറമ്പിൽ എല്ലാ അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗോഡ്ഫാദർ ആണ് എന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നും അദ്ദേഹം രാഹുലിനെതിരെ ഒരു അക്ഷരം പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ എന്നും മറ്റുള്ള വിഷയങ്ങളിൽ ഷാഫി അങ്ങനെ അല്ലല്ലോ എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണ് പറയുന്നതെങ്കിൽ ഇത് ശരിയാണ്, ജസ്റ്റിഫൈഡ് ആണ്. അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്? മറ്റെല്ലാ വിഷയങ്ങളിലും പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒപ്പം കൊണ്ടു നടന്നത് അദ്ദേഹമാണെന്നറിയാം,
അദ്ദേഹത്തിന്റെ സക്സസറായിട്ട് അടൂരിൽ നിന്നുള്ള ഒരാളിനെ പാലക്കാട് പ്ലേസ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് അറിയാം. ആ സമയത്താണ് സതീശൻ, ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബ്രിഗേഡ് കോൺഗ്രസിൽ ഉണ്ടാകുന്നു, അത് ശക്തമാകുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം ഉണ്ടായത്. റീൽസ് ഇടുന്നതിൽ മാത്രം താല്പര്യമുള്ള ആൾക്കാരാണ് ഇവർ, അല്ലാതെ പ്രവർത്തിക്കുന്നവരല്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്തെല്ലാം പ്രതികരിച്ചിരിക്കുന്ന ആളാണ് ഷാഫി. നീലപ്പെട്ടി ഉൾപ്പെടെ, വടകര സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും പ്രതികരിച്ചിരിക്കുന്ന ഷാഫി ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അത് ജസ്റ്റിഫൈഡ് ആണ്. ആ സമയത്ത് വേണമെങ്കിൽ ആൾക്കാർ ഊഹിച്ചോട്ടെ. പക്ഷെ അതല്ലാതെ കൂട്ടുകൃഷിയാണ് എന്ന രീതിയിലത്തേക്ക് സംസാരിക്കുക, എല്ലാ കാര്യങ്ങളുടെയും ഒരു പങ്ക് അവിടെയാണ് എന്ന രീതിയിലത്തേക്ക് സംസാരിക്കുക, സംസാരിക്കുന്ന ആൾക്കാരിൽ കൊള്ളാവുന്ന ആൾക്കാരോടാണെങ്കിൽ ബാംഗ്ലൂരോട്ട് വരാമെന്ന് പറയുന്ന ആളാണ് എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വ്യക്തിഹത്യയാണ്, ക്യാരക്ടർ അസാസിനേഷൻ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ആരും തന്നെ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നാളെ ഒരു തെളിവ് വരികയാണെങ്കിൽ ആ സമയത്ത് തെളിവിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതല്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന റോങ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആർക്കെതിരെ വേണമെങ്കിലും ഇത് പറയാം. ഈ ചർച്ചയിൽ എനിക്ക് റെജി ലൂക്കോസിനെതിരെ പറയാം, റെജി ലൂക്കോസിന് എനിക്കെതിരെ പറയാം, പക്ഷെ അതിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുടെ കൂടി സീരിയസ്നെസ് ഇല്ലാതെയാക്കുന്നതാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഷാഫിക്കെതിരെ ഉള്ളത് വ്യക്തിഹത്യയാണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, റെജി ലൂക്കോസ്. അല്ല, ഞാൻ ചർച്ചയുടെ തുടക്കത്തിലും രണ്ടാമതും പറഞ്ഞതിലും ഒരു കാര്യമുള്ളത്, വ്യക്തിപരമായി ഒരാളെ സംശയത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വ്യക്തിപരമായിട്ട് ഞാൻ ഇതുവരെ ചെയ്യത്തില്ല, അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ തെളിവുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ തെളിവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി മാത്രമേ ഉള്ളൂ നമ്മളോട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതൊന്നും അല്ലല്ലോ ഇഷ്യൂ എന്ന് പറയുന്നത് ആ പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ട് ആരാണെന്നുള്ളവരാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്, പാർട്ടിയിൽ നിന്ന്, പാർലമെന്റ് പാർട്ടിയിൽ നിന്നല്ലേ പുറത്താക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരാളെ ആ മെസ്സേജ് കേരളത്തിലെ സമൂഹത്തിന് നൽകുകയും പാർട്ടിക്ക് നൽകുകയും അത് ഉറപ്പായിട്ട് അങ്ങനെയാണ് കൂട്ടായ തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് ഇവരാണ് ഈ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സഹിതം, യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം പ്രസിഡന്റ് അവിടെ അക്കമ്പനി ചെയ്ത സഹിതം ഇവർ കൊടുക്കുന്നത് എന്താണ്? അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇതിനകത്ത് ഇവർക്ക് ബോധ്യമായ കാര്യങ്ങള് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും സമാന്തരമായിട്ട് അതല്ല ഇയാളാണ് ശരിയെന്നും പറഞ്ഞു പാലക്കാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ വൈരുദ്ധ്യം അതല്ലേ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അയാൾ MLA എന്നുള്ള നിലയ്ക്ക് അയാളുടെ മരണത്തിന് ഒരു തടസ്സവും ഇല്ല, അത് നിയമപരമായിട്ടായിരിക്കും സാധ്യതയുണ്ട്. ഒറ്റ ചോദ്യത്തിന് അയാൾ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടി കൊടുത്തൊരു ഓഡിയോ ഉണ്ട്, കേരളം മുഴുവൻ ഞെട്ടിക്കൊണ്ട് കേട്ട, തന്റെ അല്ല, അത് കെട്ടിച്ചമച്ചതാണ്, അത് അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ അത് AI ആണ് എന്ന് ഈ മനുഷ്യൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ ചർച്ച ഇവിടെ അവസാനിക്കുക. എന്തുകൊണ്ട് അത് പറയുന്നില്ല? പറയാനായിട്ട് തന്റെ ഇടയിൽ, കാരണം അയാൾ ചെയ്ത് തെറ്റാണ്. ആ തെറ്റാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ചർച്ച ചെയ്യപ്പെടുന്നത്. അയാളെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആസ്പെക്റ്റിലാണ്. അതാണ് കേരളത്തിന്റെ ഗൗരവ വിഷയം. അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ സുരേഷ് ബാബു പറഞ്ഞ വാക്കുകൾക്കൊന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റിയിലേക്ക് പോകേണ്ട കാര്യമില്ല. സുരേഷ് ബാബു വെറുതെ വ്യക്തിഗതയ്ക്ക് വേണ്ടി പറഞ്ഞതാണെന്നുള്ള തെറ്റ് തന്നെയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതല്ല, അത് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ തെളിവുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ശ്രീവിത്ത് മണിക്ക് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ എനിക്ക് യോജിപ്പുണ്ട്, തെളിവോടുകൂടി വേണം അവതരിപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ VD സതീശന് ബോംബ് പൊട്ടിക്കുന്നു പറഞ്ഞു, ഒരു ബോംബ് വരുന്നുണ്ട്, അത് CPM പാർട്ടിയുടെ തനിനിറം പുറത്തു വരുന്നതെന്ന് പറഞ്ഞു. ആ ബോംബ് ഇതുവരെ പൊട്ടിച്ചില്ല, പലരുടെയും സംശയത്തിന് മുന്നിലില്ല. ഈവൻ ഷൈനിങ് ടീച്ചറുടെ പ്രശ്നത്തിൽ പോലും ജനങ്ങൾ അത് സംശയിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കേരളത്തിൽ ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് നേതൃത്വമല്ലേ സ്റ്റേബിൾ അല്ലാത്ത നിലപാടെടുത്തിരിക്കുന്നത്? അത് കേരളം ചർച്ച ചെയ്യപ്പെടണ്ടേ? എന്തുകൊണ്ടാണ് വയനാട് DCC പ്രസിഡന്റ് രാജിവെച്ചത്? ഞാൻ ഈ കഴിഞ്ഞ 4 ദിവസം വയനാട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വയനാട്ടിലൊക്കെ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചു നോക്കൂ, വയനാട്ടിലെ DCC പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി വരണ വന്നു. പ്രിയങ്ക ഗാന്ധി അവസാനം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി വരണ വന്നു. അയാളെ പുറത്താക്കാനൊന്നും സാധിച്ചില്ല. അയാളെ ഇന്ന് നിർബന്ധമായിട്ട് പുറത്താക്കിയിരിക്കുന്നു. എന്തിനാ? അയാളുടെ DCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അതേ പാർട്ടിയിൽ ഈ DCCയുടെയും കോൺഗ്രസിന്റെയും കയ്യിലിരിപ്പുണ്ട്. 4 പേര് ആത്മഹത്യ ചെയ്തു.